സർക്കാരും ഈ നാടൊന്നാകെ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അത് നേരിടുമ്പോൾ അതൊരു രാഷ്ട്രീയം കാണുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അമിത്ഷായുടെ മറുപടി അതിന്റെ ചുവട് പിടിച്ച് സംസ്ഥാന BJP രംഗത്ത് വരുന്നു. ഒപ്പം അങ്ങയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണം അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല. ഇത്തരമൊരു കാര്യത്തെ സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും എതിർക്കാൻ കഴിയില്ല. ഇത് നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ്. നമ്മൾ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന് വേണ്ടാത്തവരാണോ? നമ്മുടെ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ? അപ്പോൾ അവർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം, എങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കാം, അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക. എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും. ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത്. അത് ഒറ്റപ്പെട്ടതാണെന്ന് കാണണം. അതിൻ്റെ കൂടെയാണ് മറ്റെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില കാര്യങ്ങളിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും. ആ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങളാകെ നമ്മൾ കാണാതിരിക്കരുത്. കേരളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി ചിന്തിക്കുന്നൊരു സമൂഹമാണ്. അങ്ങനെയൊരു സംസ്കാര സമ്പന്നരായ ജനതയാണ് നമ്മുടെ ജനങ്ങൾ. ആ ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ഇതിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കാൻ ശ്രമിച്ചതാണ്. അങ്ങയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം അതിന് മുമ്പ് ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗീകാരം നൽകിയത് പക്ഷെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. വകുപ്പുകൾക്ക് അങ്ങനെ ഒരു ആശയപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഉണ്ടാകാനില്ല. കാരണം അത് സംബന്ധിച്ച് കൃത്യമായി തന്നെ നേരത്തെ വ്യക്തത വരുത്തിയതാണ്. ഓരോ കൂട്ടരും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തത വരുത്തിയതാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമെന്ന് പ്രത്യേകമായി നോക്കിയാലേ പറയാൻ പറ്റും. അതിതീവ്ര സംഭവങ്ങൾ, അതായത് എക്സ്ട്രീം വെതർ ഇവന്റ്, ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് കേരളത്തിൽ. പലപ്പോഴും ചുരുങ്ങിയ ദിവസത്തിലധികം മഴ, ഇത്തരം ഉരുൾപൊട്ടൽ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനെ പറ്റി പഠിക്കാൻ കേരള സംസ്ഥാനത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശ്രമങ്ങൾ ഇനി ഉണ്ടാവും? അതായത് നമുക്ക് ഇതിനെ എങ്ങനെ ഇനി മറ്റുള്ളവർക്ക് വെയിറ്റ് ചെയ്യാതെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നമ്മളാകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതിനാണല്ലോ നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമുക്കുള്ളത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആകൂ. ഇത് നമ്മൾ മാത്രം നേരിടുന്നൊരു പ്രശ്നമല്ല, രാജ്യവും ലോകവും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ലോകം നേരിടുന്ന പ്രശ്നം, അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അതിതീവ്ര മഴ പല ഘട്ടങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടില്ലേ? പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി എന്തൊക്കെ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം, അതൊക്കെ പ്രത്യേകം ചർച്ച ചെയ്യണം. നമ്മളിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ചില കൃത്യമായ നടപടികളും സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ നടപടികൾ എടുത്തു വരികയാണല്ലോ. അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ലല്ലോ ഇത്. നമുക്ക് പിന്നീട് വിശദമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാം.